ആത്മീയ ഭോജ്യത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത് മനുഷ്യരെ ദൈവമോ ദൈവത്തെ മനുഷ്യനോ ആക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ഇതറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം. ചില മനുഷ്യരെ നമ്മൾ ദൈവമായിട്ട് കാണും. ഇതല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ ഒരു വ്യാമോഹം കയറി ഞാൻ ദൈവം പോലെയാണ് എന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള ഒരു പ്രവർത്തനം. വേറെ ചിലർ ദൈവത്തെ വെറും മനുഷ്യനായിട്ട് കാണും. ഇത് രണ്ടും തെറ്റാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സംഭവം ഞാൻ ഓർക്കാണ്. ഒരിക്കൽ വിദേശ രാജ്യത്തൊരു ശുശ്രൂഷയ്ക്ക് പോയി തിരിച്ചു വരുന്ന ആ സമയത്താണ് ഒരാൾ എന്നെ ഒരു ചെക്ക് ഏൽപ്പിച്ചു. വലിയൊരു തുകയാണ്. ഇനി അത് ഒരാവശ്യപ്പെട്ടൊരു കാര്യം, അച്ഛൻ ഇതൊന്ന് പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകണം. ഗാരിസോനിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് അവർ വന്ന് മേടിച്ചോളും. അവരുടെ വീട് പണി നടക്കായിരുന്നു. അപ്പോൾ അവർ അതിന് ബില്ല് പേ ചെയ്യാനുള്ള ആ ഒരു തുക എഴുതി ചെക്ക് എൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ്. ഞാനത് മേടിച്ചു വെച്ചു. ഗാരിസോനി വന്നപ്പോൾ ആ വീട്ടുകാർ വന്നു, അവരത് മേടിച്ചുകൊണ്ട് പോയി. അവരുടെ അക്കൗണ്ടിലിട്ടു. ആ പൈസ അവർ ബില്ല് പേ ചെയ്തു. ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കുടുംബക്കാർക്ക് ഈ ചെക്ക് കൊണ്ടുവന്ന ഞാനാണോ പ്രധാനപ്പെട്ടത്, അതോ ഈ ചെക്ക് കൊടുത്തു വിട്ട അവരുടെ കുടുംബാംഗമാണോ പ്രധാനപ്പെട്ടത്? ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അവരവിടെ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അവർ ഇങ്ങോട്ട് കൊടുത്തു വിട്ടത്. ഞാൻ ആകെപ്പാടെ ചെയ്ത അധ്വാനം അത് മേടിച്ചെൻ്റെ പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതിനകത്ത് വലിയൊരു പാഠം നമ്മൾ പഠിക്കാനുണ്ട്. ശരിക്കും ശുശ്രൂഷകർ എന്ന് പറയുന്നവർ അവർ നമുക്ക് നൽകുന്ന അവരിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഖ്യമായിരിക്കാം, മറ്റെന്തോ ആയിക്കോട്ടെ, അവരൊക്കെ കൊണ്ടുവന്നവരാണ്. പക്ഷേ കൊടുത്തുവിട്ട ഒരാളുണ്ട്, അതാണ് ദൈവം. ആ ദൈവത്തെക്കാൾ വലുതല്ല കൊണ്ടുവന്നവർ, കൊടുത്തുവിട്ട ദൈവമാണ് വലുത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത് അറിയാമായിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പൗലോസ്, ഞാൻ നട്ടു, എൻ്റെ സഹപ്രവർത്തകൻ അപ്പോളോ വെള്ളമൊഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷകരാണ്. ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്തു. പക്ഷേ ഈ സാധനം വളർത്തിയത് അത് ദൈവമാണ്. നട്ടവനേക്കാൾ വെള്ളമൊഴിച്ചവനേക്കാൾ വലിയവനാണ് വളർത്തിയവൻ. അത് അംഗീകരിക്കാനുള്ള എളിമയും ജ്ഞാനവും പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് ഇതില്ലാതെ പ്രവർത്തിക്കുന്ന, ഇതില്ലാതെ സംസാരിക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടെത്തിയെന്ന് വരും. കൊടുത്തുവിട്ടവനാണ് കൊണ്ടുവന്നവനേക്കാൾ പ്രധാനപ്പെട്ടത്. മനുഷ്യരെക്കാൾ ദൈവമാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, അതാണ് പ്രധാനപ്പെട്ടത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ചെങ്കടലിലെ വെള്ളം വലിച്ചു മാറ്റി അതിൽ കടന്നു പോകാൻ ഇസ്രായേൽക്കാരെ അനുവദിച്ച ദൈവം. ഈ ഇസ്രായേൽക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും അവരെല്ലാവരും കൂടെ നോക്കിയാൽ ആ വെള്ളം വറ്റിക്കാൻ പറ്റുമായിരുന്നു? പക്ഷേ ദൈവം ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് വളരെ അത്ഭുതകരമായിട്ട് വെള്ളം മാറി, മതിൽ കെട്ടി വെള്ളം നിർത്തിയിരിക്കുന്നത് പോലെ അത് അവിടെ നിന്നു ഇപ്പുറത്തൂടെ ഇവർക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. മനുഷ്യരുടെ പ്രവൃത്തികളിലേക്ക് നോക്കുന്നതിനേക്കാൾ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നോക്കണം. മനുഷ്യരായ നമ്മുടെ പ്രവർത്തനങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. പ്രഭാഷകൻ 39-ന്റെ 16-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അത്യുത്തമം. ഈ പ്രവൃത്തിയാണ് നമ്മൾ കാണേണ്ടത്. ഈ പ്രവൃത്തി നടക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനയില്ല നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന റിസൾട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം കണ്ടെത്തിയെന്ന് വരില്ല. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ദൈവവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, സംഖ്യയുടെ പുസ്തകം 23-19 വചനത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം വ്യാജം പറയുന്നവനല്ല. ദൈവത്തിന് വ്യാജം പറയാൻ പറ്റില്ല. വ്യാജം പറയാൻ ഞാൻ ദൈവം അല്ല, ഞാൻ മനുഷ്യനാണോ എന്നാണ് ദൈവം അവിടെ ചോദിക്കുന്നത്. ദൈവത്തിന് വ്യാജം പറയാൻ പറ്റില്ല, മനുഷ്യർക്കോ ഒരുപാടുമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു നുണ പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിന്ന് വരില്ല. അതാണ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ദൈവം ബാഹ്യഭാവത്തെക്കാൾ ആന്തരിക ഭാവം ശ്രദ്ധിക്കുന്നവനാണ്. മനുഷ്യർ പലപ്പോഴും ബാഹ്യഭാവം കണ്ട് ആരെങ്കിലുമൊക്കെ പറയണത് കേട്ട് അവരെ വിധിച്ചെന്ന് വരും. ദൈവം അങ്ങനെയല്ല. ദൈവം എപ്പോഴും ആന്തരിക ഭാവം ശ്രദ്ധിക്കുന്നവനാണ്, ഉള്ളറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇത് നമുക്ക് കാണാൻ സാധിക്കും. 1 സാമുവേൽ 16-ന്റെ 7-ാമത്തെ വചനം. ജസ്സയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ രാജാവാക്കാൻ ദൈവം തീരുമാനിച്ചു. സാമുവേലിനോട് പറഞ്ഞു,
കുഴലിൽ തൈലവും എടുത്ത് യെസ്സയുടെ ഭവനത്തിലേക്ക് പോവുക. അവിടെ ചെന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ യെസ്സയ്ക്കും സന്തോഷം. അവന് മൂത്ത മകനെ പറഞ്ഞു വിട്ടു രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ, അഭിനാദാവ്. അവൻ വന്നു കഴിഞ്ഞപ്പോഴേ അവൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് സാമുവേൽ ചാടി എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ദൈവം പറഞ്ഞു നോ, അവനല്ല രാജാവാകേണ്ടത്. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ ബാഹ്യഭാവം ശ്രദ്ധിക്കുന്നു, ദൈവം ആന്തരിക ഭാവം. ദൈവം ഉള്ളു നോക്കുന്നവനാണ്, ഉള്ളു നോക്കി വിധിക്കുന്നവനാണ്, ഇവനല്ല രാജാവാകേണ്ടത് എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അവർക്ക് ആർക്കും സെലക്ഷൻ കിട്ടിയില്ല. അവിടെ ഇല്ലാതിരുന്ന ഒരാട്ടിടയനെ, ദാവീദിനെ അവർ വരുത്തി കഴിഞ്ഞപ്പോഴാണ് അവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയത്. അപ്പം അതുകൊണ്ട് മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 29 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ബാഹ്യഭാവം കണ്ടാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യനെ ബാഹ്യഭാവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ദൈവം ആന്തരികത നോക്കുന്നവനായതുകൊണ്ട് കർത്താവ് വിധിക്കുന്നതാണ് ഏറ്റവും കൃത്യമായ ഒരു വിധി എന്നുള്ളത് നാം വിസ്മരിക്കരുത്. മറ്റൊരു കാര്യം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പശ്ചാത്തപിക്കുന്ന പാപിയെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, പശ്ചാത്തപിക്കുന്ന പാപിയെ ഒരിക്കലും നിങ്ങൾ പരിഹസിക്കരുത്. ഇന്ന് പല മനുഷ്യരും, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ചിലരുടെ കമൻറ്റ്, വേണം ഇന്ന് ചിലർക്ക് മാനസാന്തരം വന്നു, ധ്യാനം കൂടി, പഴയ ജീവിത രീതികളെല്ലാം അവർ ഉപേക്ഷിച്ചു, ഇന്ന് വളരെ തങ്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം. എന്നിട്ടും ചിലർക്ക് പറയാനുള്ളത് അവരുടെ ഇന്നലകളെക്കുറിച്ചാണ്. അവർ ഇന്നിപ്പം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെ ജീവിച്ചിരുന്നവരാണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ദൈവം അങ്ങനെയല്ല, പശ്ചാത്തപിക്കുന്ന പാപിയെ അംഗീകരിക്കുകയും പിന്നീട് ഒരിക്കലും അവരുടെ ഇന്നലകൾ കർത്താവ് ഓർത്തിരിക്കില്ല. യെശയ്യാ 43:25 വായിച്ചാൽ, നിൻ്റെ ഇന്നലകളിലെ പാപങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഓർക്കില്ല എന്ന് കർത്താവ് വചനത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാം, മനുഷ്യരും ദൈവവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യർ ചിലപ്പോൾ നമ്മളെ കൈവിട്ടേക്കാം. അത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാം. ഇതെല്ലാം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. സങ്കീർത്തനം 27 10-ാമത്തെ വചനം എടുത്താൽ, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. യെശയ്യാ 46:3-ാമത്തെ വചനം എടുത്താലോ, നീ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴും ജനിച്ച് ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോഴും ഇനി നീ വാർദ്ധക്യത്തിലെത്തുമ്പോഴും നിന്നെ ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നത് നിൻ്റെ ദൈവത്തിനാണ്. മനുഷ്യർക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. നമ്മുടെയൊക്കെ അനുഭവം വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യരുടെ ആ ഒരു സ്നേഹത്തിന് ഫ്ലക്ച്വേഷൻ സംഭവിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും അതുണ്ടാകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യരെ ദൈവമാക്കിയാൽ ആ മനുഷ്യരിലൂടെ ദൈവമാകുന്നവർക്കും അവരെ ദൈവമാക്കിയവർക്കും നാശം വരും. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. രണ്ടു കൂട്ടർക്കും നാശം സംഭവിക്കാം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിന് ഈ കാര്യം കൃത്യം അറിയായിരുന്നു. അവൻ ദൈവമായാൽ ദൈവമാണെന്നുള്ള ആ ഒരു കൊർന്നേലിയൂസിൻ്റെ പ്രഖ്യാപനം അംഗീകരിച്ചു കഴിഞ്ഞാൽ കൊർന്നേലിയൂസിന് നാശം ഉണ്ടാവും, പത്രോസിന് നാശം ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല. നീ എഴുന്നേക്ക്, എന്നെ അല്ല ആരാധിക്കേണ്ടത്, എൻ്റെ കാൽക്കലല്ല വീണ് കിടക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അപ്പോസ്തല പ്രവർത്തനം 14:8 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസിനും ബർന്നബാസിനും ദൈവങ്ങളുടെ പേര് കൊടുത്തു. സേവൂസ്, ഹെർമിസ് ദൈവങ്ങളുടെ പേരാ. ഇനി അങ്ങനെ അവരെ ദൈവങ്ങളാക്കിയപ്പോഴും അവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞൊരു കാര്യം, മനുഷ്യരെ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ വായടയ്ക്ക്, നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല, നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. ദൈവത്തെ ദൈവമായിട്ട് കാണുക, മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക, ശുശ്രൂഷകരെ ശുശ്രൂഷകരായിട്ട് കാണുക. ഈ ഒരു കാര്യമാണ് അവിടെ പഠിപ്പിച്ചത്. യോഹന്നാൻ 1-ാം അധ്യായം 19 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. സ്നാപക യോഹന്നാൻ, അവനാണോ വരാനിരിക്കുന്ന രക്ഷകനെന്ന് ചിലർ സംശയം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, അല്ല ഞാനല്ല, രക്ഷകൻ വരാനിരിക്കുന്നതേ ഉള്ളൂ, അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് സ്നാപക യോഹന്നാൻ പറയുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. ദൈവത്തെ മനുഷ്യനായി കണ്ട ചില സംഭവങ്ങളും ബൈബിളിൽ നമ്മൾ കാണുന്നു. ലൂക്കാ 5:17 മുതൽ വായിക്കുമ്പോൾ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാതെ പോയ വ്യക്തികൾ, അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇവനാര്?
പാപം ക്ഷമിക്കാൻ ഇവൻ എന്നെ ദൈവമാണോ? ഇവൻ ദൈവദൂഷണമാണ് പറയുന്നത്. ദൈവത്തെ വെറും മനുഷ്യനായി കണ്ട ഒരു സാഹചര്യമാണ് അവിടെ നമ്മൾ കാണുക. മനുഷ്യരെ ദൈവമായി കാണുന്നതും ദൈവത്തെ മനുഷ്യനായി കാണുന്നതും അപകടകരമാണ് എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കൊണ്ടുവന്നവൻ്റെ പ്രതിഫലമുണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുരോഹിതർക്ക് അവരുടെ വിഹിതമുണ്ടാകുമെന്ന് 1 സാമുവേൽ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ വിഹിതം ദൈവത്തിന് കൊടുക്കണം, പുരോഹിതരുടെ വിഹിതം അവർക്ക് നൽകണം, ബാക്കിയുള്ളത് കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് അവരുടെ പ്രതിഫലം ഉണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 12:26 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് ബഹുമാനിക്കും. അതാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലം എന്നുള്ളത് നാം തിരിച്ചറിയണം. മലാക്കി 3-ാം അധ്യായം 10-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വിഹിതം ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സമൃദ്ധി കടന്നു വരുന്നത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും, അല്ലെ പരീക്ഷിച്ച് നോക്കുക എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പഠിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.